ഹലോ, വെൽക്കം ടു സുസ്യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമുക്കിന്നിവിടെ ഓണം സെലിബ്രേഷൻ ആണ്. നമ്മൾ വേറൊരു മലയാളി ഫാമിലിയും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനുവേണ്ടി ഇതേ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ റൂം നമ്പർ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് റൂമിൽ നിന്ന് തന്നെ ഡോറ് നമുക്ക് തുറന്നു തരാൻ പറ്റും. അങ്ങനെ അതേ നമ്മളവിടെ എത്തി ദേഹത്തൊട്ട് കയറുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഓണമല്ലേ. അപ്പോൾ സദ്യ ഇല്ലാതെ എന്ത് ഓണമല്ലേ. ഓണം എന്ന് വെച്ചാൽ നമുക്ക് സദ്യയും പിന്നെ നമ്മുടെ സെറ്റ് സാരി ആ സംഭവമൊക്കെയാണല്ലോ നമുക്ക് ഓണം വൈബ് തരുന്ന സംഭവങ്ങൾ. അപ്പോൾ അത് നമുക്കിവിടെ സദ്യയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മറ്റെന്താ റെഡിമെയ്ഡ് സദ്യയൊന്നുമല്ല, നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാം തന്നെ. അതുപോലെ തന്നെ ഓണത്തിന് നമുക്ക് കറക്റ്റായിട്ട് വാഴയിലയും കിട്ടി കേട്ടോ. വാഴയില കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പിയായി. അമ്മൂനാണെങ്കിലും സദ്യ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിന് സദ്യ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമാണ് ആൾക്ക്. അങ്ങനെ സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അമ്മൂസ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓണത്തിനൊരു സദ്യ കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു സംഭവം മിസ്സായൊരു ഫീലിംഗ് ആണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ എന്താ പറയുക, പാരമ്പര്യം നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് ചൈൽഡ്ഹുഡായിട്ട് നമ്മുടെ മെമ്മറീസ് ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇവർക്കും വലുതാവുമ്പോൾ ഇതൊക്കെ ശരിക്കും ഇവരുടെ ഒരു മെമ്മറിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അമ്മൂനത് ഇഷ്ടവും കൂടി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഈ സംഭവങ്ങളെല്ലാം. ഇവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ ഓണായതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുമ്പോഴും അറിയണ്ടായില്ല ഇങ്ങനെ ഒരു മലയാളി ഫാമിലിയെ നമുക്കിങ്ങനെ കിട്ടുമെന്നോ നമുക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്നോ ഒന്നും നമുക്ക് അറിയണ്ടായില്ല. പക്ഷേ കറക്റ്റ് നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ടായി. അവരുടെ കൂടെ നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഓണം ആഘോഷിക്കാൻ പറ്റി. അത് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിത് ശനിയാഴ്ചയായിരുന്നു നമ്മൾ ഓണം ആഘോഷിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മൂന് പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വീട്ടിൽ അത്തപ്പൂക്കളുണ്ടല്ലോ. അപ്പോൾ അത് ഇട്ടത് പിന്നെ തിരുവോണത്തിൻ്റെ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണ് കേട്ടോ ഇത്. വലിയ പൂക്കളൊന്നുമല്ല, നമ്മൾ തന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളം നമ്മളിട്ടു. ഒക്കെ അമ്മൂൻ്റെ നല്ല നല്ല ഓർമ്മകളാണല്ലോ എന്ന് ഓർത്ത് അമ്മ തന്നെ പറഞ്ഞിട്ട് ഇട്ടതാണ്. അവളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഈ പൂക്കളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അമ്മൂന് ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ബൈ ബൈ.